നമസ്കാരം. റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ ഒറ്റപ്പെടുത്താൻ ലോകമെമ്പാടും ഉള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ ഒരു നിർണായക മേഖലയിൽ റഷ്യയുടെ മേൽക്കൈ ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടാനാവില്ല എന്ന സത്യമാണ് പുതിയ കണക്കുകൾ അടിവരയിട്ട് സൂചിപ്പിക്കുന്നത്. അതായത് മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഔദ്യോഗികമായി ഇറക്കുമതി നിരോധനം ഏർപ്പെടുത്തിയിട്ടും അമേരിക്കയിലേക്കുള്ള ആണവ ഇന്ധനത്തിന്റെ മുൻനിര വിതരണക്കാർ ഇപ്പോഴും റഷ്യ തന്നെയാണ്. ഒരു വൈരുദ്ധ്യവും ആഗോള ഊർജ വിപണിയിലെ റഷ്യൻ ആധിപത്യത്തിന്റെ ശക്തിയും പകരമുള്ള വിതരണ ശൃംഖലകളെ കണ്ടെത്താനുള്ള അമേരിക്കയുടെ പ്രയാസവും തുറന്നു കാട്ടുകയാണ്. സെപ്റ്റംബർ 29 പുറത്തിറക്കിയ അമേരിക്കൻ ഊർജ വകുപ്പിന്റെ വാർഷിക യുറേനിയം മാർക്കറ്റിംഗ് റിപ്പോർട്ട് അനുസരിച്ച് 2024 അമേരിക്കൻ വാണിജ്യ റിയാക്ടറുകൾക്കായി വാങ്ങിയ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ 20% നൽകിയതും മറ്റാരുമല്ല, റഷ്യയാണ്. ഫ്രാൻസ് നൽകുന്നതാകട്ടെ 18%, നെതർലൻഡ്സ് 15%, ബ്രിട്ടൻ 9%, ജർമ്മനി 7% എന്നിങ്ങനെയുള്ള മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ അമേരിക്കയുടെ ആഭ്യന്തര ഉൽപാദനത്തെക്കാളും 19% മുമ്പിലാണ് റഷ്യയുടെ സ്ഥാനം. ഈ കണക്കുകൾ റഷ്യൻ ആണവ ഭീമനായ റോസാറ്റം ലോകത്തിലെ ഏറ്റവും വലിയ യുറേനിയം സമ്പുഷ്ടീകരണ കമ്പനിയായി തുടരുന്നു എന്ന അവരുടെ അവകാശവാദത്തെ സാധൂകരിക്കുകയാണ്. യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ലോകത്ത് ഇപ്പോഴും ഞങ്ങൾ തന്നെയാണ് ഒന്നാം സ്ഥാനം എന്ന് റോസാറ്റം ഫസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ കിരിൽ കൊമാറോ പ്രഖ്യാപിച്ചിരുന്നു. 2024 ബൈഡൻ റഷ്യ യുറേനിയം ഇറക്കുമതി നിരോധിക്കുന്ന നിയമത്തിൽ ഒപ്പുവെക്കുകയും ഓഗസ്റ്റിൽ നിരോധനം പ്രാബല്യത്തിൽ വരികയും ചെയ്തിരുന്നു. ഇതിനു മറുപടിയായാണ് റഷ്യ അമേരിക്കയിലേക്കുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം കയറ്റുമതിക്ക് താൽക്കാലികമായി പരിധി ഏർപ്പെടുത്തിയത്. എന്നാൽ അമേരിക്കയുടെ പ്രതിരോധ ശേഷിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിൽ നിരോധന നിയമ നിർമ്മാണത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഇളവുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ബദൽ വിതരണം ലഭ്യമല്ലെങ്കിൽ ഇറക്കുമതി തന്ത്രപരമായി പ്രധാനപ്പെട്ടതാണെന്ന് കണക്കാക്കുകയാണെങ്കിൽ 2028 വരെ റഷ്യയിൽ നിന്നും യുറേനിയം വാങ്ങാൻ ഈ സംവിധാനം അനുവദിക്കുകയാണ്. അമേരിക്കയിലെ ഏറ്റവും വലിയ ആണവ ഓപ്പറേറ്ററായ കോൺസ്റ്റലേഷൻ എനർജി കോർപ്പറേഷനും ആഭ്യന്തര യുറേനിയം സമ്പുഷ്ടീകരണ കമ്പനിയായ സെൻട്രസ് എനർജി കോർപ്പിനും ഇളവുകൾ അനുവദിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. റഷ്യൻ അല്ലാത്ത ഒരു വിതരണ ശൃംഖല നിർമ്മിക്കാൻ സമയമെടുക്കുമെന്ന ഊർജ വിഭവശേഷിക്കായുള്ള മുൻ അസിസ്റ്റന്റ് സ്റ്റേറ്റ് സെക്രട്ടറി ജെഫ്രി പ്യാറ്റ് ജനുവരിയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കൻ സമ്പുഷ്ടീകരണ ശേഷി വികസിപ്പിക്കാൻ ബൈഡൻ പുതിയ ഫണ്ടുകൾ അനുവദിച്ചെങ്കിലും റോസാറ്റമിന്റെ ആഗോള ആധിപത്യം തകർക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതിനു ശേഷം വ്യാപാര ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കുന്നതിനുള്ള സാധ്യമായ നടപടികളെക്കുറിച്ചും അമേരിക്കയും റഷ്യയും നേരിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിച്ചു എന്നത് ശ്രദ്ധേയമാണ്. ആണവ ഇന്ധന വിതരണത്തിലെ ഈ യാഥാർത്ഥ്യം റഷ്യയുമായുള്ള വ്യാപാര ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കുക എന്നത് അമേരിക്കൻ ഊർജ സുരക്ഷയ്ക്ക് എത്രത്തോളം ദുഷ്കരമാണ് എന്ന കാര്യം വ്യക്തമാക്കുന്നുണ്ട്. റഷ്യൻ യുറേനിയം ഇറക്കുമതി നിരോധിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ കേവലം രാഷ്ട്രീയ പ്രസ്താവനകൾ മാത്രമായി മാറിയെന്നതാണ് ഊർജ വകുപ്പിന്റെ കണക്കുകൾ നൽകുന്ന സൂചന. റഷ്യയുടെ ആണവ സാങ്കേതിക വിദ്യയിലും ഉൽപാദന ശേഷിയിലുമുള്ള ആഗോള മേധാവിത്വം അത്ര പെട്ടെന്ന് ഇല്ലാതാക്കാൻ കഴിയില്ല. ഉപരോധങ്ങൾക്കിടയിലും അമേരിക്കൻ ആണവ റിയാക്ടറുകൾക്ക് ഇപ്പോഴും റഷ്യൻ ഇന്ധനം ആശ്രയിക്കേണ്ടി വരികയാണ്. ആഗോള ഊർജ ഭൂരാഷ്ട്രതന്ത്രത്തിലെ റഷ്യയുടെ അജേയമായ സ്ഥാനത്തെ ഉറപ്പിക്കുന്നുണ്ട്. തന്ത്രപരമായ ഈ ദുർബലത പരിഹരിക്കാൻ അമേരിക്കയ്ക്ക് ഇനിയും വർഷങ്ങൾ വേണ്ടിവരും. അതുവരെ റഷ്യൻ മേൽക്കൈ തുടരുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച